ഗായ്സ്, ഇന്ന് പ്രസവരക്ഷാ സെൻറ്ററിലെ 3rd ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെയാണ് എനിക്ക് അലോട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഒരു 7 മണി ഒക്കെ ആയപ്പോൾ ഞാൻ കുളിക്കാൻ പോയി കേട്ടോ. അപ്പോൾ കുളിയും ഒക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് വരുമ്പോൾ എന്തോ ഒരു ഉന്മേഷം പോലെ കേട്ടോ. അന്നത്തെ ഡേ സൂപ്പറാണ്. അത് കഴിഞ്ഞ് കുഞ്ഞുവാവെ കുളിപ്പിക്കാൻ ആളിപ്പോൾ വരും കേട്ടോ. അപ്പോഴത്തേക്കും അച്ഛൻ വന്നു. പിന്നെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗ്രീൻ പീസ് കറിയും പിന്നെ അപ്പമാണ്. പിന്നെ 2 കട്ടൻ മസ്റ്റാണ് കേട്ടോ. പിന്നെ പഴവും പാലും രാവിലെ എനിക്ക് കൊണ്ടുതരും. അത് ഞാൻ കഴിച്ചിട്ടാണ് പോയത് കേട്ടോ കുളിക്കാൻ വേണ്ടി. അപ്പോൾ ഞാനും അമ്മയും കഴിക്കാനുണ്ട്. അപ്പോൾ അച്ഛൻ വന്ന് നമുക്ക് എടുത്തു തരാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ രാവിലെ തന്നെ എന്നും വരും. അച്ഛന് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല. അച്ഛൻ വരും, വൈകിട്ടാകുമ്പോൾ പോകും കേട്ടോ. പിന്നെ അച്ഛന് വീട്ടിലിരുന്നാലും ഒറ്റയ്ക്കിരുന്നാലും ബോറടിക്കുമല്ലോ. വീട്ടിലാരും ഇല്ല. ചേട്ടനാണെങ്കിൽ ജോലിക്ക് പോകും, അതുപോലെ ചേട്ടൻ്റെ വൈഫും ജോലിക്ക് പോകും. പിന്നെ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ പോയപ്പോൾ കുഞ്ഞാവ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അവനെ ഫീഡൊക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ തിരിച്ച് വന്നപ്പോഴത്തേക്ക് അവൻ എണീറ്റ് കളിക്കാൻ തുടങ്ങി. അങ്ങനെ അമ്മ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് കഴിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ ഉള്ളൊരു ടെൻഷനാണ്, കുഞ്ഞാവ ഇപ്പം എണീക്കുമോ, അത് കരയുമോ. ഏകദേശം 2 മണിക്കൂറോളം നമ്മളെ കുളിയും കാര്യങ്ങളും മസാജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് കയറി വരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ വാവയാണോ അപ്പുറത്തെ വാവയാണോ വിളിക്കുന്നതെന്ന് നമുക്ക് പോലും മനസ്സിലാവില്ലേ. എല്ലായിടത്തും കിടന്ന് കുഞ്ഞു വാവമാരെ വിളിക്കുക. അപ്പോൾ ആളിന്ന് എണീറ്റ് നല്ല കളിക്കുന്നുണ്ട് കരയാതെ. അപ്പോൾ അമ്മ നോക്കിക്കോളാന്ന് പറഞ്ഞിരിക്കുക. കരയുന്നെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആളിന്ന് കുഴപ്പമില്ലാതെ ബലം പിടിച്ചൊക്കെ ഇരിക്കുക, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ എന്താ, കുഞ്ഞുവാവ വന്നപ്പോൾ നമ്മുടെ ലൈഫ് അങ്ങ് ചേഞ്ചായ പോലെയാണ്. നമ്മുടെ ഡേ റൂട്ടീനൊക്കെ നമ്മൾ നേരത്തെയൊക്കെ നമ്മുടെ ലൈഫ് വേറെ ആയിരിക്കും, കുഞ്ഞുവാവ വരുമ്പോൾ വേറെ ഇതായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് കഴിക്കുക. അപ്പോൾ എനിക്ക് കഴിച്ച ശേഷമേ അമ്മയ്ക്കും പിന്നെ ഋതുവിനും കഴിക്കാൻ പറ്റുള്ളൂ. ഋതുവിനെ ആണെങ്കിൽ കുറേ സമയം എടുക്കും, നമ്മുടെ ക്ഷമ നഷ്ടപ്പെടും. അങ്ങനെയാണ് അവൾ കഴിക്കുന്നത്. പയ്യെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും ഋതുവിന് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുഞ്ഞു അവയെ കുളിപ്പിക്കാൻ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് എൻ്റെയും കുഞ്ഞുവയുടെയും കുളി ഇന്ന് രാവിലെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്മ കൊണ്ടുപോവാ. അമ്മ ഇങ്ങനെ തപ്പി പോകുന്നത് അമ്മയ്ക്ക് പേടിയാണ്. ഇനി സ്റ്റെപ്പ് വല്ലതും വഴുതി വല്ലതും വീഴുമെന്ന്. അതുകൊണ്ട് അമ്മ പയ്യെ കൊണ്ടുപോകണം കേട്ടോ. നമ്മൾ വീഴുന്നാലും കുഴപ്പമില്ലല്ലോ, കുഞ്ഞ് വീഴാതിരിക്കണ്ടേ. അങ്ങനെ പേടിയാണ്, വഴുതൊന്നുമില്ല എന്നാലും ഒരു പേടി അങ്ങനെ. അത് കഴിഞ്ഞ് അമ്മ ഋതുവിനെ കഴിപ്പിക്കുക. ഇപ്പം ഋതുവിൻ്റെ ബാഡായിട്ടുള്ള ശീലമാണ് മൊബൈൽ കണ്ട് കഴിക്കുന്നത്. അത് മൊബൈൽ കണ്ട് കഴിക്കാൻ പാടില്ല, എന്നാലും അവൾ എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ലാസ്റ്റ് പിന്നെ ഇതിൻ്റെ ഇടയിൽ പനിയും കാര്യങ്ങളൊക്കെ വന്നു, പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനുശേഷം അവൾ ഒട്ടും ഫുഡ് കഴിക്കുന്നില്ല കേട്ടോ. പിന്നെ ഒരു 10-10:30 ആയപ്പോൾ മറ്റേ കുറുക്ക് പിന്നെ ഒരു ചുക്ക് കാപ്പിയില്ലേ അത് കൊണ്ടുവന്നു. അത് കുടിച്ചിട്ട് അങ്ങ് നമ്മൾ കിടക്കണം. ഈ വേദൊക്കെ കുളിച്ചിട്ട് എന്ത് ആശ്വാസമാണ് കേട്ടോ. പിന്നെ ഒരു ഉച്ച സമയം ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ വേദൊക്കെ പിടിച്ചിട്ട് ഈ കാപ്പിയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ. പിന്നെ ഉച്ചയായപ്പോൾ ഫുഡ് കൊണ്ടുവന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഫുഡെന്ന് വെച്ചാൽ ചോറ് കഴിക്കാനാണ്. ബ്രേക്ക്ഫാസ്റ്റിനേക്കാളും എനിക്ക് ചോറിനോട് എന്തോ ഒരു ഇഷ്ടം. വീട്ടിലായിരുന്നാലും അത് തന്നെ. എനിക്ക് ചോറെന്ന് വെച്ചാൽ ഞാൻ മരിക്കും. എനിക്ക് 3 നേരം ചോറെന്നാൽ ഞാൻ തിന്നും. അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെ ഞാൻ ചോറ് കഴിക്കുകയാണ്. അപ്പോൾ അമ്മയും ഋതുവും കൂടെ എന്തോ കുശലം പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. ഇനി ഋതുവിനെ ഈ സമയമാകുമ്പോൾ ഋതു ഉറങ്ങും കേട്ടോ. പിന്നെ ഒരു വൈകിട്ടൊക്കെ ആയപ്പോൾ അമ്മുവില്ലേ ശില്പ, എൻ്റെ നാത്തൂനും അപ്പുറത്ത് തന്നെയാണ് പ്രസവരക്ഷാ സെൻറ്ററിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അവളുടെ റൂമിൽ പോയി. അപ്പോൾ അവൾക്ക് കുളിക്കാൻ പോകും. കുളി നമ്മുടെ വൈകിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അവളെ ആ സമയത്ത് വിളിച്ചു. അങ്ങനെ ഞാനും അമ്മയെ അങ്ങനെ അവിടെ പോയിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ച് റൂമിൽ വന്നു. എന്നിട്ട് ഞാൻ ഋതുവും കൂടെ കളിക്കുക. അപ്പോൾ അവർ അവിടെ തന്നെ ഇരുന്നു. ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഇങ്ങ് പോകുന്നു. പിന്നെ അമ്മയും 2 അമ്മമാരും കൂടെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് കിടക്കാൻ വേണ്ടി ഞാൻ ഇങ്ങ് വരുന്നു കേട്ടോ. അപ്പോൾ ഋതുവും കൂടെ എൻ്റെ കൂടെ വന്നു. എന്നിട്ട് ഓരോ തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൾക്ക് സത്യം പറഞ്ഞാൽ സ്കൂളിലും പോകണ്ട, എന്ത് ലക്കിയാവോ, എവിടെയും പോകണ്ട, സ്കൂളിലും പോകണ്ട, പഠിക്കാനും പോകണ്ട. ഏകദേശം ഈ നമ്മുടെ പ്രസവ സമയം അനുസരിച്ച് അവൾ ഏകദേശം 1 മാസത്തോളം സ്കൂളിൽ പോകാതെ നിന്ന് കേട്ടോ. വഷളായി വരികയാണ്. ഇനി പോവോ ഇല്ലയെന്ന് അറിയില്ല. ആദ്യം സ്കൂളിൽ പോകാൻ 2-3 ദിവസം മടിയായിരുന്നു. പിന്നെ ആൾ ഓക്കെ ആയി, നല്ല എൻജോയ്മെൻറ്റിൽ പോയിക്കൊണ്ടിരുന്നതായിരുന്നു.
ഇനി എങ്ങനെ ആവുമോ എന്തോ. അപ്പോൾ നമ്മുടെ ഡേ 3 ആണല്ലോ. അപ്പോൾ ഞാൻ ഇന്നും കൂടെയാണ് കേട്ടോ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് 14 ദിവസം ഇവിടെ തന്നെയാണ് കണ്ടിന്യൂ ആയിട്ട് ഇതുപോലെയൊക്കെ തന്നെ സെയിം ആയിട്ടുള്ളത്. പിന്നെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇടയ്ക്ക് കുഞ്ഞാവ അവിടെ കയ്യിൽ വെച്ചു കൊടുക്കാൻ പറഞ്ഞു, മടിയിൽ അങ്ങനെ വെച്ചു കൊടുത്തു. വീഡിയോ എടുക്കുന്നത് കണ്ട് അവൾ കൈ മാറ്റി കളഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ വൈകിട്ടായപ്പോൾ എന്തുവാ വലിയമ്മയൊക്കെ വന്നു. അങ്ങനെ വലിയമ്മയെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയമ്മ കോമഡി കേസാണ്. എൻ്റെ സമയം പോണതേ അറിയില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ബൈ.